ഹായ് കൂട്ടുകാരെ, ഇന്ന് കാലത്ത് കഴിക്കാനായിട്ട് കുറച്ച് ഗോതമ്പിൻ്റെയും മൈദയുടെയും പൊറോട്ട ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. അതിനായി ഗോതമ്പും മൈദയും വെവ്വേറെ കുഴച്ച് ബോൾ പിടിച്ചു. ആദ്യം ഒരു ഗോതമ്പിൻ്റെ ബോൾ പരത്തി ഇതുപോലെ പൊറോട്ടയ്ക്കായിട്ട് ചുറ്റി വെച്ചു. പിന്നീട് ഒരു മൈദയുടെ ബോൾ പരത്തി ഇതുപോലെ വീശി അതും പൊറോട്ടയ്ക്കായിട്ട് എണ്ണ തേച്ച് ചുറ്റി വെച്ചു. ഇതുപോലെ ഗോതമ്പിൻ്റെയും മൈദയുടെയും എന്ന തരത്തിൽ ഓരോ ബോളും ഞാൻ ഇങ്ങനെ വീശി ചുറ്റി പരത്തി വെച്ചു. അതിനുശേഷം കണ്ടില്ലേ ഓരോന്നും വീശി വെച്ചേക്കുന്നത്. അതിനുശേഷം കല്ല് ചൂടായപ്പോൾ ഓരോന്ന് ഗോതമ്പിൻ്റേതും മൈദയുടെയും കല്ലിലേക്ക് ഇട്ടു. ആദ്യം ഇട്ടത് ഗോതമ്പ് പൊറോട്ടയായിരുന്നു. അത് റെഡിയായപ്പോൾ അടിച്ചു. നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പൊറോട്ട, നല്ല ഇതളൊക്കെയുള്ള. അത് കഴിഞ്ഞ് മൈദയുടെ പൊറോട്ടയാണ്. അതും നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതളൊക്കെയുള്ള പൊറോട്ട റെഡിയായി. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പൊറോട്ടയും മൈദ പൊറോട്ടയും കാലത്തേക്ക് കഴിക്കാനായിട്ട് റെഡിയായി. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.